എനിക്കിന്നൊരു ചെറിയ ഷോപ്പിംഗ് ഉണ്ട്. അതിന് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി കുറേ നേരമായിട്ട് നിൽക്കുവാ. നല്ല മഴ. പിന്നെ മഴയൊക്കെ ഒന്ന് തോന്നപ്പം പെട്ടെന്ന് തന്നെ സൂപ്പർ മാർക്കറ്റിലോട്ട് പോയി കേട്ടോ. ആദ്യം തന്നെ പച്ചക്കറിയുടെ സെക്ഷനിൽ നിന്ന് കിഴങ്ങും സവാളയും പിന്നെ തക്കാളിയും അങ്ങനെ 2, 3 കൂട്ടം സാധനം വാങ്ങിച്ച് അതിൻ്റെ ബില്ലും അടിച്ച് നേരെ അകത്തോട്ട് കയറിപ്പോയി. അകത്ത് നിന്ന് എനിക്ക് ഒരുപാട് സാധനമൊന്നുമില്ല. ആദ്യം തന്നെ ഞാനൊരു നമ്മുടെ വാഷിംഗ് മെഷീനകത്ത് ഒഴിക്കുന്ന ലിക്വിഡ് ഒരെണ്ണം വേണമായിരുന്നു. അതങ്ങ് എടുത്തു. ഇത് വലുതെടുത്തതെന്ന് വെച്ചാൽ എപ്പോഴെപ്പോഴും വാങ്ങിക്കണ്ടല്ലോ, അതുകൊണ്ട് വലുതങ്ങ് എടുത്തു. പിന്നെ എനിക്ക് പാത്രം കഴുകുന്ന ഒരു ലിക്വിഡ് വേണമായിരുന്നു. പിന്നെ പാത്രം കഴുകുന്ന കമ്പി പോലത്തെ സാധനമില്ല, അത് വാങ്ങിച്ചു. പിന്നെ ഞാൻ ഓരോന്നൊക്കെ ഇങ്ങനെ നോക്കുവാണ് കേട്ടോ. സോപ്പിനേക്കാളും എനിക്കിഷ്ടം ലിക്വിഡാണ്, ഞാനതുകൊണ്ട് അതാണ് വാങ്ങിച്ചത്. പിന്നെ റിച്ചുകുട്ടനൊരു ബ്രഷ് വേണമായിരുന്നു. അപ്പം ഞാനിങ്ങനെ 4+ ഇയേഴ്സിൻ്റെ ബ്രഷ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. അവന് സത്യത്തിൽ 3.5 വയസ്സേ ആയിട്ടുള്ളൂ. അപ്പം 4 വയസ്സിന് കുറച്ചും കൂടി പല്ലിനൊക്കെ കട്ടി ആയല്ലോ, അപ്പോൾ കുറച്ചുകൂടി ബാക്കിയെല്ലാം സോഫ്റ്റ് ആയിരിക്കും. അപ്പം നല്ലപോലെ ആ മഞ്ഞ കളർ പല്ലിൽ നിന്ന് പോകത്തില്ല. അപ്പോൾ ഇച്ചിരി കൂടി വലിയ ബ്രഷ് നോക്കിയത്, പക്ഷേ അതവിടെ കണ്ടില്ല. പിന്നെ ഞാൻ അതിൽ നിന്ന് ഒരെണ്ണം അങ്ങ് എടുത്തു. പിന്നെ മസാല, പിന്നെ സാമ്പാർ പൊടി ഞാൻ ഈ നിറവറയുടെ സാമ്പാർ പൊടി അടിപൊളിയാണ് കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാനപ്പം അതൊരെണ്ണം എടുത്തു. അതുപോലെ തന്നെ പിന്നെ ഞാനിങ്ങനെ നോക്കുമായിരുന്നു, എനിക്ക് എഗ് മസാല വേണമായിരുന്നേ. കുറേ ബ്രാൻഡിൻ്റെ ഒന്നും നോക്കിയിട്ട് കണ്ടില്ല. പിന്നെ ഞാനിങ്ങനെ നോക്കി വന്നപ്പം ഒരെണ്ണം കിട്ടി, അത് എടുത്തു. പിന്നെ ഇതിനകത്ത് ഞാൻ മറന്നു പോയിട്ട് തിരിച്ചു പോയി എടുത്തൊരു സാധനമാണ് കേട്ടോ, നമ്മുടെ എണ്ണ. അത്യാവശ്യമായിട്ട് എനിക്ക് എണ്ണ വേണമായിരുന്നു, ഒരു തുള്ളി പോലും ഇല്ലായിരുന്നു. അപ്പോൾ എണ്ണ എടുത്തു. പിന്നെ അടുത്തത് വേണ്ട ഒരെണ്ണം പഞ്ചസാരയായിരുന്നു കേട്ടോ. പിന്നെ ഒരു പഞ്ചസാരയുടെ ഒരു കവർ എടുത്തു. പിന്നെ ഞാൻ ഒരുപാട് പ്രാവശ്യം ട്രൈ ചെയ്തൊരു സാധനം ഈ ഫെലൂദയുടെ, അതിൻ്റെ ഒരു പാക്കറ്റ് എടുത്തു. പിന്നെ ഒരു റിച്ചുകുട്ടനൊരു മാഗിയല്ല, ഇപ്പി എടുത്തു. പിന്നെ എനിക്ക് ഇരിക്കുന്ന ലോഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതിനകത്ത് ഏറ്റവും എനിക്ക് ഇഷ്ടമുള്ള ഒരു സ്മെല്ലുള്ളത് ഈ ഗ്രീൻ കളർ ലോഷനാണ് കേട്ടോ, അത് ഞാൻ എടുത്തു. പിന്നെ അവനൊരു ബൂസ്റ്റ് വേണമെന്ന് എൻ്റെ അടുത്ത് കുറച്ച് ദിവസം കൊണ്ട് പറയുമായിരുന്നു. അങ്ങനെ റിച്ചുകുട്ടനൊരു ബൂസ്റ്റും വാങ്ങിച്ച്. പിന്നെ ഇതെല്ലാം ബില്ലടിച്ചുകൊണ്ട് നേരെ വെളിയിലോട്ട് ഇറങ്ങിയപ്പം ഭയങ്കര മഴയെന്ന് പറഞ്ഞാലും പോരെ, നല്ല മഴ. എനിക്കാണെങ്കിൽ മഴവെള്ളം ദേഹത്ത് വീണിട്ട് തണുക്കുമായിരുന്നു. അപ്പം ഞാൻ അവിടെ ഒരു കടയിൽ കയറി ഒരു ബൂസ്റ്റും കുടിച്ചു, അതിൻ്റെ കൂടെ ഒരു വാഴയ്ക്കാപ്പവും കഴിച്ചു. സമയത്തെല്ലാം നല്ല മഴയാണ് കേട്ടോ. ഞാൻ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഇറങ്ങിയപ്പം തൊട്ട് പെയ്യാൻ തുടങ്ങുന്ന മഴ, ഞാനത് കുടിച്ച് തീർന്നണക്കേ മഴ തോന്നിട്ടില്ല, അതുപോലെ മഴ പെയ്യും. പിന്നെ എനിക്ക് അവന് ഏത്തയ്ക്ക വാങ്ങണമായിരുന്നു, അതും വാങ്ങിച്ചു. അതൊക്കെ കഴിഞ്ഞ് ഞാൻ തിരിച്ചു വരുന്ന വഴിക്ക് കൊഞ്ചിരിക്കുന്നുണ്ടു, അപ്പം ഞാൻ കൊഞ്ചും വാങ്ങിച്ചു. അപ്പം അത്രയേ ഉള്ളൂ. എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ബൈ ബൈ.